നമസ്കാരം. ഇസ്ലാമിക ഭീകരവാദം ആഗോളതലത്തിൽ ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ ലോകശക്തികൾ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. പശ്ചിമ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഐസിസ്, അൽ ഖ്വയ്ദ, ബോക്കോ ഹറാം തുടങ്ങിയ ഭീകര സംഘടനകൾ പിടിമുറക്കുന്നത് ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയായി മാറിയിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ നൈജീരിയയിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിന് കരുത്തുപകരുവാൻ അമേരിക്കൻ സൈനിക വിദഗ്ധരുടെ ഒരു സംഘം അവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. മതപരമായ വേർതിരിവുകൾക്കും അപ്പുറം മാനവികതയ്ക്ക് ഭീഷണിയായ ഭീകരതയെ തുടച്ചു നീക്കാനുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ശ്രമങ്ങൾക്ക് അമേരിക്കൻ സൈന്യം നൽകുന്ന ഈ പിന്തുണ വലിയ രാഷ്ട്രീയ സൈനിക പ്രാധാന്യമുള്ള ഒന്നാണ്. അമേരിക്കൻ ആഫ്രിക്കൻ കമാൻഡ് മേധാവി ജനറൽ ഡാഗ്വിൻ ആൻഡേഴ്സണാണ് ഈ സുപ്രധാനമായ വിവരം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത്. റോമിൽ വെച്ച് നൈജീരിയൻ പ്രസിഡന്റ് ബോലെ ടിനുബോവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ഈ തീരുമാനം. ഭീകരവാദികൾക്കെതിരെ നൈജീരിയൻ മണ്ണിൽ വ്യോമാക്രമണം നടത്താൻ കഴിഞ്ഞ ഡിസംബറിൽ തന്നെ പ്രസിഡന്റ് ടിനുബു അമേരിക്കയ്ക്ക് അനുമതി നൽകിയിരുന്നു. ഇതിൻ്റെ തുടർച്ചയായാണ് സാങ്കേതികവും തന്ത്രപരവുമായ സഹായങ്ങൾ നൽകുവാൻ അമേരിക്കൻ സൈനിക സംഘം നൈജീരിയയിൽ എത്തിയത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൈജീരിയ ഒറ്റയ്ക്ക് നടത്തിവരുന്ന പോരാട്ടത്തിന് ഈ പുതിയ സഹകരണം വലിയ മുതൽക്കൂട്ടാകുമെന്ന് ജനറൽ ആൻഡേഴ്സൺ പ്രത്യാശ പ്രകടിപ്പിച്ചു. നൈജീരിയയുടെ വടക്കൻ മേഖലകളിൽ ക്രിസ്ത്യൻ വിശ്വാസികളെ ലക്ഷ്യമിട്ട് ഭീകരർ നടത്തുന്ന ആക്രമണങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമായിരുന്നു. ഇസ്ലാമിക ഭീകരവാദികൾ ക്രിസ്ത്യാനികളെ കൂട്ടക്കൊല ചെയ്യുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ കടുത്ത പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെ ക്രിസ്മസ് ദിനത്തിൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ കൃത്യമായ വ്യോമാക്രമണങ്ങൾ ഭീകരർക്ക് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചത്. എന്നാൽ നൈജീരിയയിലെ സുരക്ഷാ സാഹചര്യം ഏറെ സങ്കീർണമാണ്. ഭീകരവാദികൾ ക്രിസ്ത്യാനികളെ മാത്രമല്ല, സമാധാനകാംക്ഷികളായ മുസ്ലിം ജനവിഭാഗങ്ങളെയും ഒരുപോലെ ലക്ഷ്യമിടുന്നുണ്ടെന്ന് സുരക്ഷാ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. ആഫ്രിക്കയുടെ കിഴക്കൻ തീരമായ സൊമാലിയയിലും ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ സമാനമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവിടെ അൽ ഷബാബ് എന്ന സംഘടനയ്ക്കൊപ്പം ഐസിസും സ്വാധീനമുറപ്പിക്കുവാൻ ശ്രമിക്കുന്നത് വലിയ വെല്ലുവിളിയാണ്. എന്നാൽ അമേരിക്കയുടെ വ്യോമാക്രമണങ്ങളും സൊമാലിയൻ സൈന്യത്തിന് നൽകുന്ന രഹസ്യാന്വേഷണ ലോജിസ്റ്റിക്സ് പിന്തുണയും മൂലം ഭീകരർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട്. ഭീകരർക്ക് സുരക്ഷിതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഇടങ്ങൾ കുറയുകയും അവരുടെ നേതൃത്വം ഒളിത്താവളങ്ങളിലേക്ക് ചുരുങ്ങുകയും ചെയ്തുവെന്ന് ജനറൽ ആൻഡേഴ്സൺ വ്യക്തമാക്കി. കഴിഞ്ഞ വെള്ളിയാഴ്ചയും സൊമാലിയയിലെ ഐസിസ് കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. അയൽ രാജ്യമായ നൈജറിൽ നിന്നുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയെ തുടർന്ന് അമേരിക്കയ്ക്ക് അവിടുത്തെ സൈനിക താവളങ്ങൾ ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഈ സാഹചര്യം മേഖലയിലെ സുരക്ഷാ നീക്കങ്ങളെ ബാധിച്ചിട്ടുണ്ടോ എന്ന് സൈന്യം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും നൈജീരിയയുമായുള്ള പുതിയ സഹകരണം പശ്ചിമ ആഫ്രിക്കയിലെ ഭീകരവിരുദ്ധ പോരാട്ടത്തിൽ നിർണായകമാകും. ഇസ്ലാമിക ഭീകരവാദം ഉയർത്തുന്ന വിപത്തുകളിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുവാൻ നൈജീരിയൻ സൈന്യവും അമേരിക്കൻ വിദഗ്ധരും ചേർന്ന് നടത്തുന്ന ഈ നീക്കം വരും ദിവസങ്ങളിൽ ഭീകരവാദികൾക്ക് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ജനാധിപത്യ രാജ്യങ്ങൾക്കിടയിലുള്ള ഇത്തരം ഏകോപനം ഭീകരതയുടെ വേരറുക്കുവാൻ അത്യാവശ്യമാണെന്ന സന്ദേശമാണ് ഇതിലൂടെ കൈമാറുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.